പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും എല്ലാ കർത്തൃദാസന്മാരെയും മിറക്കുലസ് ഹാൻഡ് ഓഫ് ജീസസ് മിനിസ്ട്രിയിലേക്ക് ഞങ്ങൾ ഹൃദയംഗമായ സ്വാഗതവും നന്ദിയും അറിയിക്കുന്നു. മാന്യ സഹോദരി ഫാനിമോൾ നമ്മുടെ മധ്യത്തിലുണ്ട്. പ്രിയ പൈതലിന്റെ ഗാനശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രിയ പൈതലിനോട് ചേർന്ന് നമ്മത്തെ പാടി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഫാനിമോൾ, ഇറ്റ് ഈസ് യുവർ ടൈം. ഫാനി, വുഡ് യു പ്ലീസ്? കർത്താവിന്റെ ധന്യമേറിയ നാമം ഈ ഭാഗത്തെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വെള്ളിയാഴ്ച കൂടി കർത്താവിന്റെ ഭാഗവതത്തിൽ ആയിരിക്കാൻ ഹാൻഡ് ഓഫ് ജീസസ് മിനിസ്ട്രിയിൽ ഒരു പ്രാവശ്യം കൂടി യേശുവിനെ ആരാധിപ്പാൻ കർത്താവ് ഒരുക്കി തന്ന ഈ വിലപ്പെട്ട കൃത്യനായ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും ഈ ആരാധനയിലേക്ക് യേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസം നിങ്ങളെല്ലാവരെയും അവിടുന്ന് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും അഭിഷേകത്താൽ നിറയ്ക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവിന് നന്ദിയോടെ സ്തുതിക്കാം. നമ്മുടെ ഇന്നലകളിലെ ജീവിതം ഓർക്കുമ്പോൾ നമുക്ക് പറയുവാനുള്ളത് ദൈവത്തിന്റെ കരുതലല്ലാതെ വേറെ ഒന്നുമില്ല. നമുക്ക് കൂട്ടിവെക്കുവാൻ വേറെ ഒന്നുമില്ല. അന്നു വേണ്ടതെല്ലാം നമ്മുടെ കരത്തിൽ തന്നു പോറ്റുന്ന ആ നല്ല കർത്താവിനെ നമുക്ക് നന്ദിയോടെ ഉയർത്താം. ഉന്നതനായ ദൈവത്തെ, ആരാധ്യനായ കർത്താവിനെ നമുക്ക് ഉയർത്താം. നല്ല സമ്പന്നൻ ഈ ആരാധനയിൽ നമ്മുടെ അരികിലുള്ളതുകൊണ്ട് നമുക്ക് നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തി പാടി സ്തുതിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ജീവിതമോർത്താൽ നിൻകരുതലല്ലാതൊന്നുമേയില്ല, കൂട്ടിവെപ്പാനോ ഒന്നുമേയില്ല. അന്നുള്ളതെല്ലാം തന്നു പോറ്റുന്നു. അങ്ങേ തുതിക്കാതെ എങ്ങനെ ഞാൻ വർദ്ധിക്കും? അങ്ങേ ഉയർത്താതെ എങ്ങനെ ഞാൻ നടക്കും? ആരാധ്യനെ അങ്ങേ സ്തുതിക്കും. ആരിലും ഉന്നതനായവനേ, ഇന്നലകളിലെ ജീവിതമോർത്താൽ കരുതലല്ലാതൊന്നുമേയില്ല, കൂട്ടിവെപ്പാനോ ഒന്നുമേയില്ല. അന്നുള്ളതെല്ലാം തന്നു പോറ്റുന്നു. അങ്ങേ തുതിക്കാതെ എങ്ങനെ ഞാൻ വർദ്ധിക്കും? അങ്ങേ ഉയർത്താതെ എങ്ങനെ ഞാൻ നടക്കും? ആരാധ്യനെ അങ്ങേ സ്തുതിക്കും. ആരെയും ഉന്നതനായതിനാൽ ഇന്നലകളിലെ ജീവിതമോർത്താൽ നിൻകരുതലല്ലാതൊന്നുമേയില്ല, കൂട്ടിവെപ്പാനോ ഒന്നുമേയില്ല. അന്നുള്ളതെല്ലാം തന്നു പോറ്റുന്നു. നാളേക്കുള്ള വ്യാകുലം വേണ്ട, നല്ല സമ്പന്നൻ എൻ അരികിലുണ്ട്. എന്റെ ഭാവിക്കായി നല്ലത് മാത്രം കരുതി വയ്ക്കുന്നു കരുണയുള്ളവൻ. അങ്ങേ തുതിക്കാതെ എങ്ങനെ ഞാൻ വർദ്ധിക്കും? അങ്ങേ ഉയർത്താതെ എങ്ങനെ ഞാൻ നടക്കും? ആരാധ്യനെ അങ്ങേ സ്തുതിക്കും. ആരിലും ഉന്നതനായ ഇന്നലകളിലെ ജീവിതമോർത്താൽ നിൻകരുതലല്ലാതൊന്നുമേയില്ല, കൂട്ടിവെപ്പാനോ ഒന്നുമേയില്ല. അന്നുള്ളതെല്ലാം തന്നു പോറ്റുന്നു. ഈ ലോകവാസത്തിൽ
ക്ഷീണിതനായി. മാറിപ്പോകല്ലേ മധ്യശരീരം, എൻ കാന്തൻ വരവ് ഏറ്റമടുത്തു. ഞാൻ ഒരുങ്ങിടുമേ വിശ്വസ്തനായി, അങ്ങേ തുതിക്കാതെ എങ്ങനെ ഞാൻ വർദ്ധിക്കും, അങ്ങേ ഉയർത്താതെ എങ്ങനെ ഞാൻ നടക്കും. ആരാധ്യനെ അങ്ങേ തുതിക്കും, ആരിലും ഉന്നതനായതിനാൽ. ഇന്നലകളിലെ ജീവിതമോർത്താൽ നിൻ കരുതലല്ലാതൊന്നുമേയില്ല. ഓ കൂട്ടിവെപ്പാനോ ഒന്നുമേയില്ല. അങ്ങുള്ളതെല്ലാം തന്നു പോറ്റുന്നു, അങ്ങേ തുതിക്കാതെ എങ്ങനെ ഞാൻ വർദ്ധിക്കും, അങ്ങേ ഉയർത്താതെ എങ്ങനെ ഞാൻ നടക്കും. ആരാധ്യനെ അങ്ങേ തുതിക്കും, ആരിലും ഉന്നതനായതിനാൽ. ഇന്നലകളിലെ ജീവിതമോർത്താൽ നിൻ കരുതലല്ലാതൊന്നുമേയില്ല. കൂട്ടിവെപ്പാനോ ഒന്നുമേയില്ല. അങ്ങുള്ളതെല്ലാം തന്നു പോറ്റുന്നു. നന്ദി കർത്താവേ, നന്ദി പിതാവേ. ഞങ്ങൾക്ക് വേണ്ടതെല്ലാം അവിടുന്ന് കരുതി പോറ്റുന്ന ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യും. ആമേൻ, ആമേൻ. ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പ നമുക്ക് ഒരുമിച്ച് കൈകൾ അടിച്ച് കർത്താവിനെ ആത്മനിറവിൽ പാടി ആരാധിക്കാം. യേശുവിൻ നാമം മധുരിമ നാമം, യേശുവിന്റെ നാമം ഇടയില്ലാ നാമം. ആമേൻ, ഹാലി. നമ്മുടെ പാപത്തിന്റെ ഭാരവും ശാപവും നീക്കി പരമ സന്തോഷമേകുന്ന യേശുവിന്റെ നാമത്തെ, അത്ഭുതമായ, അക്ഷയമായ, ആശ്ചര്യമായ, അധികാരമുള്ള നാമത്തെ നമുക്ക് ഉയർത്താം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഓ ഗീര ശവരവരവമുടിയാതെ ഹല്ലേലൂയ. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം.
യേശുവിൻ നാമം മധുരിമനാമം ഇണയിയ നാമം ഇമ്പനാമം യേശുവിൻ നാമം മധുരിമനാമം ഇണയിയ നാമം ഇമ്പനാമം ഹല്ലേലൂയ റബദകല റകല രകെതെലെ രകെതെലെ ശകലഗരഗരജലഗല യഗനാഗിഗനം ശകനം ഫലവൗദപരം ഫലവൈദാരേതേകെതെലെ യേശുവേ ഹല്ലേലൂയ ഓരി ജനഗര ശകലഗരഗരഗരകെതെലെ രകെതെലെ ശകലഗരജല ദേവൗദി വിരിവിരിയ ശകദനാകഗതിവിരിയ വംശിയാമന ഹല്ലേലൂയ നന്ദി യേശുവേ നന്ദി 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 പിതാവേ നന്ദി കാരുണ്യവാനേ അങ്ങേക്ക് നന്ദി ഓ we thank you Lord hallelujah ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ജീസസ് മിനിസ്ട്രിയോടും നാട്ടി പാർട്ടിയോടും എല്ലാവരോടും നന്ദിയെ ഒരു പ്രാവശ്യം കൂടി ദൈവനാമത്തിൽ അറിയിക്കുന്നു God bless you all amen ആകട്ടെ നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് ഒരു വെള്ളിയാഴ്ച കൂടി സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ഉയർത്തുവാൻ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ദൈവം തന്ന വലിയ സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. മിറക്കിൾ ഹാൻഡ് ഓഫ് ജീസസ് മിനിസ്ട്രീസിലേക്ക് ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും പാസ്റ്റർമാർക്കും ദൈവഭൃത്യന്മാർക്കും എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പൽക്കാലം നമ്മുടെ മുമ്പിൽ ടെസ്റ്റ് മണി പറയുവാനായിട്ട് വന്നിരിക്കുന്നത് സിസ്റ്റർ സ്റ്റില്ല സനീഷാണ്. അവര് കുടുംബമായി കോട്ടയത്തിനടുത്ത് പെരുവ എന്ന് പറയുന്ന സ്ഥലത്ത് ഫെയ്ത്ത് സിറ്റി ചർച്ചിന്റെ ശുശ്രൂഷയിലാണ് ആയിരിക്കുന്നത്. ദൈവമക്കളെ, ഇന്ന് പൽക്കാലം എനിക്ക് പറയാനുള്ളത്, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. അത്ഭുതകരമായി വഴി നടത്തുവാൻ കർത്താവ് ഇന്നും ശക്തനാണ്. പ്രിയ സിസ്റ്റർ വലിയൊരു ആക്സിഡന്റിൽ പെട്ടുപോകുകയും ഒരുപക്ഷെ ജീവിതം അവസാനം വരെയും ഒരു വീൽ ചെയറിലോ അല്ലെങ്കിൽ ഒരു കിടപ്പ് രോഗിയോ ആയി പോകാൻ സാധ്യത ഉണ്ടായിരുന്ന സ്ഥാനത്ത് ദൈവമക്കളുടെ പ്രാർത്ഥന കർത്താവ് ഇറങ്ങി വന്ന് വിടുവിച്ച ഒരു അത്ഭുത സാക്ഷ്യമാണ് ഇന്ന് പൽക്കാലം നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. പ്രാർത്ഥനയുടെ ശക്തി ഇന്നും കുറഞ്ഞു പോയിട്ടില്ല. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന തിരുവചനം. ആമേൻ. ഇന്ന് പകൽക്കാലവും അത് ശക്തമായി നമ്മുടെ മുമ്പിൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം. അനേകരെ കരം പിടിച്ചുയർത്തുവാൻ, അനേകരെ ധൈര്യപ്പെടുത്തുവാൻ സിസ്റ്റർ സ്റ്റില്ലയെ കർത്താവ് ഇന്നും ശക്തമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അവരായിരിക്കുന്ന മേഖലകളിലൊക്കെയും അനേകം ദൈവമക്കളെ, അനേകം ആത്മാക്കളെ ക്രിസ്തുവിലേക്ക് നേടുവാൻ അവരുടെ ജീവിതം കൊണ്ട് കർത്താവ് ശക്തമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമായിട്ട് ഒരു വലിയ ആക്സിഡന്റ് ആണ് ഉണ്ടായത്. പക്ഷേ 4 വർഷം മുമ്പാണ് ഉണ്ടായത്. പക്ഷെ അവിടെ ദൈവത്തിന്റെ കരം ഇറങ്ങി വന്ന് പ്രവർത്തിച്ച് സഹോദരിയെ എന്നും സുവിശേഷ വേലയിൽ ശക്തമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ ആ സാക്ഷ്യം കേൾക്കുവാൻ പോകുകയാണ്. സിസ്റ്റർ സ്റ്റില്ല സനീഷിനെ സാക്ഷ്യം പറയുന്നതിനായി ക്ഷണിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണമേ. ഈ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഇന്നും നമ്മുടെ ജീവിതത്തിലും അത്ഭുതം പ്രവർത്തിക്കുവാൻ ശക്തനാണ്. ഇതാണ് നമ്മളും ദൈവമക്കളും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. അതാണ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമ്മുടെ കൂടെ ദിനംതോറും ഉണ്ടെന്നുള്ള ഒരു ധൈര്യവും ഉറപ്പും നമ്മൾ പ്രാപിച്ചുകൊണ്ട് മുന്നേറുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പ്രിയ സ്റ്റില്ലയെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കേൾക്കാമോ ആന്റി? കേൾക്കാം കേൾക്കാം. യെസ്, കേൾക്കാം കേൾക്കാം. ഹല്ലേലൂയ. ഇന്ന് ഈ ഗ്രൂപ്പില് പ്രിയപ്പെട്ടവരോട് ഒരുമിച്ച് എനിക്ക് ഇന്നിവിടെ ആയിരിക്കാൻ കർത്താവ് ഒരുക്കിയ അവസരത്തെ ഓർത്ത് സ്തുതിക്കുന്നു. എന്റെ ജീവിതത്തിൽ വലിയൊരു സാക്ഷ്യം എനിക്കുണ്ട്. ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് കർത്താവ് എനിക്ക് വേണ്ടി ചെയ്ത അത്ഭുതം പറയുവാനാണ് ഞാൻ നിങ്ങളോട് ഒരുമിച്ചായിരിക്കുന്നത്. അതിനായിട്ട് എനിക്ക് ഇതിൻ്റെ അകത്ത് ഈ ഗ്രൂപ്പിൽ എനിക്ക് അവസരം നൽകിയ പ്രിയ മാത്യു അങ്കിളിനോടും എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രിയ ഷേർലി ആന്റിയോടും ഞാൻ അതിനായി നന്ദി പറയുന്നു. എൻ്റെ പേര് സില്ല എന്നാണ്. ഞങ്ങൾ കുടുംബമായിട്ട് ഞങ്ങൾ താമസിക്കുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ പെരുവ എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ ഹസ്ബൻഡ് പാസ്റ്റർ ആണ്. ഞങ്ങൾ ഫെയ്ത്ത് സിറ്റിയുടെ പ്രവർത്തനമായിട്ട് നിൽക്കുന്നു.
എനിക്ക് 2 ആൺകുട്ടികളുണ്ട്. മൂത്ത മോൻ അഡോൺ, അവൻ 6 വയസ്സ്. ഇളയ കുഞ്ഞിന് 3 വയസ്സ്. അവന്റെ പേര് ഏഡൻ എന്നാണ്. ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഇന്ന് നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിനായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സംഭവം എന്റെ ജീവിതത്തിന്റെ അകത്ത് ഉണ്ടായി. പ്രതീക്ഷിക്കാത്തതെന്ന് ഞാൻ പറഞ്ഞത്, ഞാൻ ജനിച്ചു വളർന്നതെല്ലാം ഒരു പെന്തക്കോസ്ത് മാതാവ് പിതാവ് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എന്റെ ഈ സമയം വരെയും കൊച്ചുനാൾ മുതൽ ഞാൻ കർത്താവിനെ അറിഞ്ഞത് വളരെ തീഷ്ണതയോടെയും പ്രതീക്ഷയോടെയും തന്നെ ഞാൻ കർത്താവിന്റെ വചനം പഠിച്ചും വളർന്നുമൊക്കെ ഞാൻ വന്നു. പക്ഷെ വളരെ ഒരു പ്രതിസന്ധി, വളരെ ഭയങ്കരമായൊരു പ്രതിസന്ധി നേരിട്ടപ്പോൾ ഒരു വിഷമം ഉണ്ടായെങ്കിൽ പോലും കർത്താവിന്റെ വലിയ കരുതൽ അനുഭവിപ്പാൻ ദൈവം എന്നെ ഇടയാക്കി. ഞാൻ ഈ സമയം കൊണ്ട് ഞാൻ പെന്തക്കോസ്ത് മാതാപിതാക്കളാൽ ജനിച്ചു വളർന്നുവെങ്കിലും പേഴ്സണലായി എന്റെ ജീവിതത്തിൽ ദൈവത്തെ അനുഭവിച്ചറിയുവാൻ, രുചിച്ചറിയുവാൻ എനിക്കിട വന്നിട്ടില്ല. പക്ഷെ ഒരു 4 വർഷത്തിന് മുമ്പ് എനിക്കൊരു വലിയ അപകടം ഉണ്ടായി. ഞങ്ങൾ കുടുംബമായിട്ട്, ഞാനും അന്ന് മൂത്ത മോനേ ഉള്ളൂ, ഞാനും എന്റെ മൂത്ത മോനും ഹസ്ബൻഡും ഞങ്ങളുടെ പിതാവ്, സഹോദരങ്ങള്, അങ്ങനെ അവർ അടങ്ങിയ ഒരു 8 പേരുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒരു വിവാഹത്തിന്റെ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ രാജാക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് യാത്ര ചെയ്തു പോവുകയായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്ന് അവിടുത്തെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ സംസാരിച്ച് തിരിച്ച് ഞങ്ങള് മടങ്ങി വരുന്ന സമയത്ത് ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറ് അദ്ദേഹം ഒന്ന് ഉറങ്ങിപ്പോയി. ആ സമയത്ത് ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളുടെ വാഹനം വലിയൊരു കൊക്കയിലേക്ക് മറഞ്ഞു. അത് 200 അടി താഴ്ചയിലേക്കായിരുന്നു ഞങ്ങളുടെ വാഹനം മറഞ്ഞു പോയത്. അതിൻ്റെ അകത്ത് ഞങ്ങൾ ആരും രക്ഷപ്പെടുമെന്ന് ഓർത്തതല്ല. പക്ഷേ എങ്കിൽ ദൈവത്തിന്റെ കരം ഞങ്ങളെ വിടുവിച്ചു. അതിൻ്റെ അകത്തു നിന്ന് ഞങ്ങള് 200 അടി താഴ്ചയിലേക്ക് ഞങ്ങളുടെ വാഹനം മറഞ്ഞു പോയപ്പോൾ ആ സമയത്ത് അപകടം ഞങ്ങൾക്ക് നടന്ന സമയത്ത് ഞാൻ ഉറക്കത്തിലായിരുന്നു. ഞങ്ങൾ എല്ലാവരും മയക്കത്തിൻ്റെതായ അവസ്ഥയിലൊക്കെ ആയിരുന്നു ഓരോരുത്തരും ആ വാഹനത്തിലായിരുന്നത്. ആ പ്രതീക്ഷിക്കാത്ത സമയത്ത് അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. പക്ഷേ എങ്കിൽ ആ 200 അടി താഴ്ചക്കകത്ത് ഞങ്ങളുടെ വാഹനം മറിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. പക്ഷേ എങ്കിലും എന്റെ ഹസ്ബൻഡ് ആ വാഹനത്തിലിരുന്ന് യേശുവേന്ന് ഉറക്കെ നിലവിളിച്ചു. യേശുവേന്ന് ഉറക്കെ നിലവിളിച്ചപ്പോൾ ആ വാഹനം പെട്ടെന്ന് അത് തിരിഞ്ഞ് എങ്ങനെ നിന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തില്ല ഇപ്പോഴും. അതൊരു ഉണക്ക കമ്പിൽ ഞങ്ങളുടെ വാഹനം അവിടെ തടഞ്ഞു നിന്നു. ആ സമയത്ത് യേശുവേ എന്ന് വിളിച്ച സമയത്ത് ഞങ്ങളുടെ വാഹനം തിരിഞ്ഞത് നിന്നു, ആ സ്ഥാനത്ത് നിന്നു. അവിടെ നിന്ന സമയത്ത് ആ വാഹനത്തിന്റെ അകത്തുനിന്ന് പുറത്ത് ഞാൻ എങ്ങനെയോ വന്നു. ബാക്കിയുള്ളവരെല്ലാം വാഹനത്തിന്റെ അകത്തായിപ്പോയി. പക്ഷെ ഞങ്ങളെ രക്ഷിപ്പാൻ അവിടെ ആർക്കും സാധിക്കുകയല്ലാത്ത സാഹചര്യമായിരുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. കാരണം ഒത്തിരി ആളുകൾ തിരക്കേറിയ സ്ഥലമല്ല അത്. യാത്രകൾ ചെയ്യുന്നുണ്ടെങ്കിലും ആർക്കും അതിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യമാണ്. 200 അടി താഴ്ചയുണ്ട്, അതിന് പെട്ടെന്ന് ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യം അവിടെ ഉണ്ടായി. എന്നാലും ആ വാഹനം അവിടെ നിന്ന സമയത്ത് ഞാൻ വാഹനത്തിന് പുറത്തു പോയി. ആ വാഹനത്തിന്റെ ഒരു വശം എന്റെ നടുവിന്റെ ഭാഗത്തായിട്ട് നിൽക്കുകയായിരുന്നു. ബാക്കിയുള്ളവരെല്ലാം വാഹനത്തിന്റെ അകത്തുനിന്ന്, കുഞ്ഞുങ്ങളുണ്ടായിരുന്നു 2 പേര്, അവരെ പുറത്തിറക്കി. അവരെല്ലാവരും പുറത്തു നിന്ന് ആളുകളെയൊക്കെ വിളിക്കുന്നുണ്ട്. ഞങ്ങളെ ഒന്ന് രക്ഷിക്കാനായിട്ട് എങ്ങനെയാ സാധിക്കുന്നതെന്നുള്ള സാഹചര്യങ്ങൾ അവർ നോക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് എന്താണെങ്കിലും ഉറപ്പായി, എന്റെ മരണം എനിക്ക് ഉറപ്പായിരുന്നു. കാരണം വാഹനത്തിന്റെ ഒരു ഭാഗം എന്റെ നടുവിന്റെ ഭാഗത്തിരിക്കുന്നു. എനിക്ക് ശ്വാസം, ഞാൻ പിടിച്ചു വെച്ച ശ്വാസം എനിക്ക് നിലനിർത്താൻ സാധിക്കുന്നുള്ളൂ. എനിക്ക് ശ്വാസം എടുക്കുവാനോ അത് പുറത്തേക്ക് വിടുവാനോ എനിക്ക് കഴിയുന്നില്ല. ആ നിലകളിലായിരുന്നു എന്റെ സാഹചര്യം അന്നേരം ഉണ്ടായിരുന്നത്. ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ മരിക്കാൻ പോവാ, ഇനി എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. പക്ഷെ എന്റെ ഹൃദയത്തിന്റെ അകത്ത് ഞാൻ ആ സമയത്ത് കർത്താവിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ സമയം വരെ എന്റെ ജീവിതത്തില് അങ്ങേക്ക് ഇഷ്ടമല്ലാത്ത നിലകളിൽ, അങ്ങേക്ക് അനുകൂലമല്ലാത്ത നിലകളിൽ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും വീഴ്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവ് എന്നോട് ക്ഷമിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് എന്നെ തന്നെ കർത്താവിന്റെ സന്നിധി സമ്പൂർണ്ണമായിട്ട്
സമർപ്പിച്ചു കൊടുത്തു. ഇനി എനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്നുള്ളത് എനിക്കറിയാം. പക്ഷെ എന്റെ ഹൃദയം കൊണ്ട് ഞാൻ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഒരു കുറച്ച് സമയങ്ങൾക്ക് ശേഷം എന്റെ ബോധം അവിടെ നഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ അവിടെ ആയിരിക്കുമ്പോൾ ആ റോഡിലൂടെ ഒരു തടിലോറി വന്നു. അത് കാലിയായിട്ടാണ് ആ വണ്ടി ആ സമയത്ത് വന്നത്. അങ്ങനെ കാലിയായിട്ടൊരു വാഹനം അതിൽ ആ സമയത്ത് വരാൻ ചാൻസ് കുറവാണെന്നാണ് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം പറഞ്ഞത്. അതിന്റെ അകത്ത് വലിയൊരു വടം ഉണ്ടായിരുന്നു. അതിലെ ആളുകൾ ഞങ്ങളെ രക്ഷിക്കുവാനായിട്ട് അവർ ഇറങ്ങി വന്നു. ആ വടം വലിച്ചു കെട്ടി ഞങ്ങളുടെ വാഹനത്തെ വലിച്ചു നിർത്തിയിട്ടാണ് എന്നെ അതിൽ നിന്ന്, ആ വാഹനത്തിന്റെ അടിയിൽ നിന്ന് എന്നെ എടുക്കാൻ കഴിഞ്ഞത്. അതിന്റെ അകത്തുനിന്ന് എന്നെ എടുത്തിട്ട് അവര് അവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുമ്പോൾ എനിക്ക് ബോധമില്ല. എന്റെ കാര്യങ്ങൾക്കകത്ത് തീരുമാനം വന്നു എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അവിടുത്തെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവരവിടെ അതിനുള്ള സ്കാനിങ്, MRI സ്കാനിങ്, മറ്റ് ട്രീറ്റ്മെന്റുകളെല്ലാം എനിക്ക് വേണ്ടത് ആ സമയത്ത് വേണ്ട ഫസ്റ്റ് എയ്ഡുകളെല്ലാം അവരെനിക്ക് ചെയ്തു തന്നു. എങ്കിലും അവര് പറഞ്ഞു, ഇവിടെ ഇതിനുള്ള ചികിത്സ എന്താണെങ്കിലും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയത്തില്ല. എത്രയും വേഗം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമേ അവരവിടുന്ന് കൊടുത്ത ഇൻഫർമേഷൻ ഉള്ളൂ. ഞങ്ങളുടെ വീട്ടുകാരോ അവരെല്ലാവരും പ്രത്യേക ഒരു സാഹചര്യത്തിന്റെ അകത്ത് അവിടെ നിൽക്കുമ്പോൾ ആർക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. എന്നാൽ പോലും കർത്താവായിട്ട് ഒത്തിരി വ്യക്തികളെ അവിടെ ആ സമയത്ത് സാഹചര്യത്തിൽ ഞങ്ങൾക്ക് വേണ്ടി അവിടെ എത്തിച്ചു. അതിന്റെ അകത്തുനിന്ന് അവര് അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക്, മെഡിക്കൽ കോളേജിലേക്ക് അവിടെ നിന്ന് കൊണ്ടുപോകാനിടയായി. മെഡിക്കൽ കോളേജിൽ അവിടെ ചെന്നപ്പോൾ അവർക്ക് ഒരിക്കലും എന്നെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നുള്ളത് അവര് ഞങ്ങളുടെ വീട്ടുകാർക്കും ഞങ്ങളുടെ കൂടെ ഉള്ളവർക്കും റിപ്പോർട്ട് കൊടുത്തു. അപ്പോൾ എന്റെ ഹസ്ബൻഡിനോട് എത്ര സീരിയസ് ആണെന്നുള്ളത് അവരാരും പറഞ്ഞില്ല. ഡോക്ടേഴ്സ് ഞങ്ങളുടെ കൂടെയുള്ള പാസ്റ്റേഴ്സിനോട്, ഞങ്ങൾക്ക് വേണ്ട പ്രിയപ്പെട്ടവരോടെല്ലാം പറഞ്ഞു, ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ സാധിക്കത്തില്ല, അവളുടെ ജീവൻ എന്നാണെങ്കിലും പോകും. കാരണം ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്റെ ആ ആക്സിഡന്റിന്റെ അകത്ത് എനിക്ക് ആ സമയത്ത് സംഭവിച്ചത്, എന്റെ ലിവർ ഫ്രാക്ചറായി. എന്റെ ലിവറിന് ചതവുണ്ടായി, മുറിവുണ്ടായി. ഇന്റേണൽ ആയിട്ട് ഒത്തിരി ബ്ലീഡിങ് എനിക്ക് നടന്നുകൊണ്ടിരിക്കുക. ഞാൻ അതിന്റെ അകത്ത് 95% എന്റെ രക്ഷയ്ക്ക് വേണ്ടതൊന്നും എന്റെ ശരീരത്തിന് ചെയ്യാൻ പറ്റത്തില്ല. ഒരു സർജറിയിലൂടെയോ മറ്റ് ട്രീറ്റ്മെന്റുകളിലൂടെയോ ഒന്നും എന്നെ രക്ഷപ്പെടുത്താൻ അവർക്ക് സാധിക്കത്തില്ല. എന്റെ നട്ടലിന്റെ ബോൺസിന് പൊട്ടലുണ്ടായി. എന്റെ ലിവർ 95% അതിന് ഡാമേജ് ആയി. അത് ഇനി ഓപ്പറേഷൻ ചെയ്യണം എങ്കിൽ അതിന് 8 ലക്ഷം രൂപയാകും. അത് ചെയ്തു കഴിഞ്ഞാൽ എത്രത്തോളം സക്സസ് ആകുമെന്നുള്ളതും ഞങ്ങൾക്ക് കഴിയില്ല എന്നുള്ളത് ഡോക്ടേഴ്സ് പറഞ്ഞു. പക്ഷെ ആ മെഡിക്കൽ കോളേജിന് അവിടെ നമുക്ക് വേണ്ടപ്പെട്ട, ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി ദൈവമക്കളും ദൈവദാസന്മാരും അവിടെ കടന്നു വന്ന് അവർ കൈ കോർത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു, ഞങ്ങളെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അവരെല്ലാവരും ആത്മാർത്ഥതയോടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ പ്രാർത്ഥിച്ചു, ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നെങ്കിലും ആ ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് വേണ്ടതായ ഒരു ട്രീറ്റ്മെന്റും അവർ ചെയ്യുന്നില്ല. ഒരു ദിവസം ഒരു രാത്രി മുഴുവൻ ആ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ അകത്ത് എന്നെ കിടത്തി. പക്ഷെ അവരെനിക്ക് വേണ്ടത് ചെയ്യുന്നില്ല. ഒരു ഭാഗത്ത് ഇങ്ങനെ അവര് തിരിച്ച് സാധ്യതയില്ലാത്ത ആളുകളെ കിടത്തുന്നത് പോലെ എന്നെ അങ്ങ് മാറ്റിയിട്ടിരിക്കുമായിരുന്നു. അവര് നോക്കുന്നില്ല. ഒരു ദിവസം രാത്രി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവര് ചോദിച്ചു, ഞങ്ങളെ ആളെ രക്ഷപ്പെടുത്തണം, മറ്റൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകാം, അതല്ല ഇവിടെ ചെയ്ത് വേണ്ട ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എത്രയും വേഗത്തിൽ അതിന്റെ കാര്യങ്ങളെ ക്രമീകരിച്ച് തരണമെന്ന് അവിടുത്തെ വേണ്ടപ്പെട്ടവരോട്, ഹോസ്പിറ്റൽ അധികാരികളോട് പറഞ്ഞു അവര്. അത് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞത്, ഞങ്ങൾക്ക് ഇവിടെ ഇനി ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നു, ഇനി മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ സജഷൻ ചെയ്തു തരാം. പക്ഷെ സക്സസ് ആവത്തില്ല. എമർജൻസി ആയിട്ട് ഇതിനൊരു സർജറി ചെയ്യണം. അതിന് 8 ലക്ഷം രൂപയാകും. എന്റെ ലിവറിന് വേണ്ട സർജറി ചെയ്യണം. ഒന്നെങ്കിൽ അത് കാരിത്താസ് ഹോസ്പിറ്റലിലേക്ക്, അതല്ലെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകാന്നുള്ളത് അവര് പറഞ്ഞു. അവര് തന്നെ കാരിത്താസ് ഹോസ്പിറ്റലിലെ ഡോക്ടറിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ അവിടെ ഒരാഴ്ചത്തേക്ക് ഞാൻ അവിടെ ഉണ്ടാകത്തില്ല. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്താണ് എറണാകുളം മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലിലെ ഡോക്ടർ. അദ്ദേഹത്തെ വിളിച്ചു പറയാം, നിങ്ങൾ എന്താണെങ്കിലും കൊണ്ടു ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഒരു രാത്രി മുഴുവൻ കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം മെഡിക്കൽ കോളേജിൽ നിന്ന് എറണാകുളം മെഡിക്കൽ സെന്ററിലേക്ക് എന്നെ കൊണ്ടുചെന്നു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ എന്നെ നോക്കിയിട്ട് പറഞ്ഞത്, ഒരു സാധ്യതയും ഇല്ല, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ ഇതിന് കഴിയത്തില്ല, നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ദൈവത്തിന് കഴിയുമെങ്കിൽ അതങ്ങനെ സംഭവിക്കട്ടെ, പക്ഷെ ഞങ്ങൾക്ക് ഇതിന്റെ അകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല.
ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഇതിന്റെ അകത്ത് ചെയ്തു തരാം എന്ന് മാത്രമേ അവർ പറഞ്ഞുള്ളൂ. നേരെ എന്നെ ICUലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ICUയിൽ കൊണ്ടുപോയതിനു ശേഷം എല്ലാ കാര്യങ്ങളും അവർ എനിക്ക് വേണ്ട കുറവുകൾ എന്താന്നുള്ളത് എല്ലാ ടെസ്റ്റുകളിലൂടെയും സ്കാനിങ്ങുകളിലൂടെയും എല്ലാം അവർ ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായ ഒരു കാര്യം, എന്താണെങ്കിലും ഓപ്പറേഷൻ ചെയ്താൽ പോലും ഇത് സക്സസ് ആവുന്ന ഒരു കാര്യമല്ല. ഇതിന്റെ അകത്ത് 94% ഈ ലിവർ ഫ്രാക്ചർ ആയതുകൊണ്ട് ഒന്നും ഞങ്ങൾക്ക് ഇതിന്റെ അകത്ത് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എങ്കിലും ഞങ്ങൾ ഇതിന് വേണ്ട ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. ആള് രക്ഷപ്പെടുകയാണെങ്കിൽ അങ്ങനെ രക്ഷപ്പെടട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതിനുശേഷം എന്നെ ICUയിൽ അവര് കയറ്റിയിട്ട് അവർ ഇഞ്ചക്ഷൻ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തു. മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യത്തെ ദിവസം എന്റെ ശരീരത്തിന് അത് പ്രതികരിച്ചില്ല. അവര് പറഞ്ഞു ഒന്നും സാധിക്കുകയല്ല, ഞങ്ങൾക്ക് അതൊന്നും സാധിക്കുകയല്ല, എങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. എല്ലാവരും പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഫലമായിട്ട് രണ്ടാമത്തെ ദിവസം മെഡിസിനുകളെല്ലാം എനിക്ക് ചെയ്തത് അതെന്റെ ശരീരത്തോട് പ്രതികരിക്കാൻ തുടങ്ങി. എന്താണെങ്കിലും അവരത് കണ്ടിന്യൂ ചെയ്ത് എനിക്ക് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഒരു ഓപ്പറേഷനും കൂടാതെ അതിൻ്റെ അകത്ത് ദൈവം എനിക്ക് സൗഖ്യം നൽകി. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞെടുത്ത് അത് വെറുതെ ഒരു ഇഞ്ചക്ഷനിലൂടെ മാത്രം അതെനിക്ക് ട്രീറ്റ്മെന്റ് അതിൻ്റെ അകത്ത് ചെയ്തു തന്ന് ദൈവം എന്നെ സൗഖ്യമാക്കി. ഇതിൻ്റെ അകത്ത് ഞാൻ ഓരോ ടെസ്റ്റുകൾ ചെയ്യുമ്പോഴും ഓരോ സ്കാനിങ്ങിനായിട്ടും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി എന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക് അവരയക്കുമ്പോൾ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കും, ദൈവമേ, എന്റെ ഈ ചെറുപ്രായത്തിൽ കുടുംബമായിട്ട് ഞങ്ങൾ ദൈവവേല ചെയ്യുന്നവരാ. കർത്താവിന് വേണ്ടി എനിക്ക് ഒത്തിരി മാർഗങ്ങൾ ഉണ്ടായിരുന്നു. ഈ ചെറിയ പ്രായത്തിൽ എനിക്ക് മറ്റൊത്തിരി മാർഗങ്ങൾ ഉണ്ടായിരുന്നു എന്റെ ജീവിതത്തിൽ ജോലി ചെയ്യുവാനും നേടുവാനല്ല. പക്ഷേ കർത്താവിന് വേണ്ടി ഞാൻ ഈ സമയത്ത് എല്ലാം എന്നെ തന്നെ വേർതിരിച്ച് ഞങ്ങൾ ജീവിക്കുമ്പോൾ ഈ ലോകത്തിലായിരിക്കുന്നവർക്കും ഞങ്ങളുടെ കൂടെ ഉള്ളവർക്കും ദേശക്കാർക്കും ഒക്കെ ഇതൊരു സാക്ഷ്യമായി മാറത്തക്ക വേണം. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ, എനിക്കത് അത്ഭുതമായി മാറണമെന്ന് ഞാൻ എല്ലാ സ്ഥലത്തും കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. മനമുരുകി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഓരോ ടെസ്റ്റുകൾക്ക് പോകുമ്പോൾ ഇത് നോർമൽ ആകട്ടെ, ഈ റിസൾട്ട് നോർമൽ ആകട്ടെ, ഇത് നോർമൽ ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ വളരെ വളരെ അത്ഭുതകരമാണ് എന്ന് പറയട്ടെ, എല്ലാ റിസൾട്ടുകളും എനിക്ക് അനുകൂലമായി വന്നു. ഒരു 6 മാസത്തോളം എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞെടുത്ത് ICUയിൽ ഞാനൊരു 10 ദിവസം ICUയിൽ ഞാൻ അഡ്മിറ്റ് ആയിരുന്നു. അതിനുശേഷം വാർഡിലോട്ട് എന്നെ ഒരാഴ്ച ഷിഫ്റ്റ് ചെയ്തു. ഒരാഴ്ച വാർഡിൽ ഞാൻ ആയിരുന്നു. അവിടുന്ന് 20 ദിവസത്തിനകം ഞാൻ എന്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നു. 6 മാസത്തിന് ശേഷം എനിക്ക് നടക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ സ്ഥാനത്ത് 20 ദിവസത്തിനകം ഞാൻ എഴുന്നേറ്റ് നടന്നു. എന്റെ ജോലി കാര്യങ്ങൾ, എനിക്ക് വേണ്ട എന്റെ പേഴ്സണലായ കാര്യങ്ങൾ ചെയ്യുവാനെല്ലാം കർത്താവ് എന്നെ സഹായിച്ചു. അതിനെനിക്ക് ശക്തി നൽകി. പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയുവാനുണ്ടെങ്കിൽ പോലും എന്റെ ജീവിതത്തിന്റെ അകത്ത് ചെറിയ കാര്യങ്ങൾ മുതൽ ഈ സമയം വരെ നടത്തിയത് അത്ഭുതകരമായ ദൈവത്തിന്റെ കരുതലുകളാണെന്ന് പറയുവാൻ എനിക്ക് കഴിയും. എന്റെ കുഞ്ഞ് അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അവനൊരു പോറല് പോലും ഉണ്ടായില്ല. എന്റെ ഹസ്ബൻഡിന് ചെറിയ നിസ്സാരമായ കൈക്ക് വേദന പോലെയുള്ള സാഹചര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടായുള്ളൂ. മറ്റാർക്കും നിസ്സാരമായ പരിക്കുകളോടെയാണ് എല്ലാവരും അതിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെട്ടത്. പക്ഷെ ഞങ്ങളുടെ നാട്ടിലേക്കെല്ലാം ഈ ഒരു റിസൾട്ട് എത്തിയത് ഞങ്ങൾ ആരും രക്ഷപ്പെട്ടിട്ടില്ല, ഞങ്ങൾ എല്ലാവരും മരിച്ചു എന്നുള്ള വാർത്തയാണ് ഞങ്ങളുടെ ദേശത്തേക്ക് എത്തിയത്. ഞങ്ങളുടെ വാഹനം കണ്ടപ്പോൾ ആർക്കും അതിൻ്റെ അകത്തുള്ളവര് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന നിലകളിലായിരുന്നില്ല ഞങ്ങളുടെ വാഹനത്തിന്റെ സാഹചര്യം പോലും. പക്ഷെ കർത്താവ് അതിൽ നിന്നെല്ലാം വിടുവിച്ചു. ഇന്ന് കുടുംബമായി ദൈവം ഞങ്ങളെ നിർത്തിയിരിക്കുന്നു. ഞങ്ങൾ പെരുവയുടെ ദേശത്ത് കുടുംബത്തോടെ കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ അധികമായി ദൈവം ഞങ്ങളെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ സഭയിൽ ഇപ്പോൾ 70 പേരോളം ഞങ്ങളുടെ സഭയിൽ ആരാധനയിൽ കടന്നു വരുന്നുണ്ട്. പുതിയതായ ആളുകളൊക്കെ ഞങ്ങളിലൂടെ, ഞങ്ങളുടെ സാക്ഷ്യങ്ങളിലൂടെ, ഞങ്ങളുടെ ശുശ്രൂഷകളിലൂടെയൊക്കെ കർത്താവിനെ അറിയുവാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് പലരും സാക്ഷ്യങ്ങൾ പറയുമ്പോൾ കർത്താവിനെ വേണ്ടതുപോലെ അറിയാൻ കഴിയാത്ത നിലകളിൽ അവരുടെ സാക്ഷ്യങ്ങളെ കേൾക്കുമ്പോൾ വളരെ വേദന തോന്നിയിട്ടുണ്ട്. പ്രയാസങ്ങളുടെ നടുവിലും ദൈവത്തെ അനുഗമിക്കുക, എന്നാൽ മാത്രമേ കർത്താവിനെ അനുഗമിക്കുകയും മറ്റുള്ളവരെ പോലെ സെയിം കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതെങ്കിൽ നടക്കുന്നതെങ്കിൽ ഒരു സ്വാഭാവികമായിട്ട് അതൊരു ജാതിയെ ദേവനോട് പ്രാർത്ഥിച്ചാൽ പോലും നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ എങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമായി, നമ്മൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തപരമായിട്ട് കർത്താവ് നമ്മളെ വഴി നടത്താൻ ശക്തനാണ്. നമ്മുടെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും, നമ്മുടെ ഏത് പ്രയാസ സാഹചര്യങ്ങളിലും കർത്താവ് നമ്മളെ വിടുവിക്കാൻ ശക്തനായത്.
ദൈവത്തെ നമ്മൾ കുറച്ച് കാണുന്നവരല്ല. ദൈവത്തെക്കുറിച്ചുള്ള അറിവും ജ്ഞാനവും നമ്മളിൽ എത്രത്തോളം വർദ്ധിക്കുന്നോ അത്രത്തോളം നമ്മൾ ഏത് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നോ, ഏത് രോഗത്തിലൂടെ കടന്നു പോകുന്നോ, ആ പ്രയാസത്തിന് നടുവിൽ കർത്താവ് നമ്മുടെ നടുവിൽ നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുമെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചു. അങ്ങനെയാണെങ്കിൽ ക്രിസ്തീയ ജീവിതം, നമ്മുടെ സാക്ഷ്യം, നമ്മുടെ ജീവിതം, ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ, നമ്മുടെ ജീവിതത്തിന്റെ സകല മേഖലകളിൽ നമ്മളെ കാണുന്നവർ, നമ്മളുമായി കണക്ട് ചെയ്യുന്ന സകല ആളുകളും കർത്താവ് വലിയവനാണെന്നും വിശ്വസ്തനാണെന്നും ദൈവത്തെ കൂടാതെ മറ്റൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലെന്നും അനുഭവിക്കുന്നവരായി മാറണം. നമ്മുടെ സാക്ഷ്യം കർത്താവിനെ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഓരോ സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇങ്ങനെ കേൾക്കുന്നു, ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് ഒത്തിരി പ്രയാസങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നു, ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു, ഒത്തിരി രോഗങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ട് ഒത്തിരി. പക്ഷെ കർത്താവിനെ ഞാൻ പറയുന്നത്, ദൈവത്തെ യഥാർത്ഥമായി അറിഞ്ഞിട്ടില്ലാത്തവരുടെ ജീവിതത്തിലാണ് അവനെ അനുഭവിച്ചറിയാൻ കഴിയാത്തത്. ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായ അറിവും ഉറപ്പും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തെ രുചിച്ചറിയാൻ കഴിയത്തുള്ളൂ. എന്റെ ജീവിതത്തിന്റെ അകത്ത് വലിയൊരു അപകടത്തിൽ നിന്ന് തിരിച്ചു വരുമെന്നോ, അതിന്റെ അകത്തുനിന്ന് എനിക്ക് ഇന്നിങ്ങനെ ജീവനോടെ ആയിരിക്കാൻ കഴിയുമെന്നോ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ല. എന്റെ പ്രതീക്ഷകൾക്ക് അപ്പുറമായ ദൈവപ്രവൃത്തിയും ദൈവത്തിന്റെ കരുതലും അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ നടുവിലായിരിക്കുന്നത്. കർത്താവിനെ ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ നടുവിൽ ഈ ഗ്രൂപ്പിലായിരിക്കുന്നവർ ആരെങ്കിലും ഏതെങ്കിലും വിഷയങ്ങൾക്കകത്ത് ഭാരങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, ഏതെങ്കിലും രോഗികളായി നിങ്ങൾ ആയിരിക്കുന്നുവോ, നിങ്ങളിൽ കർത്താവിന്റെ വലിയ വിടുതൽ ഇന്ന് പകലിൽ വ്യാപരിക്കുന്നു. കർത്താവ് എന്ന് ശക്തമായിട്ട് സംസാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലേക്കാൾ, കഴിഞ്ഞ നാളുകളിലേക്കാൾ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ, വിടുതലിനെ ഓർത്ത് അധികമായി നാളിൽ കർത്താവിന്റെ നാമത്തിനു വേണ്ടി, ദൈവരാജ്യത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരും അങ്ങനെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൽ ഞങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ കർത്താവ് ഞങ്ങളിലൂടെ വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും, വലിയ അത്ഭുതങ്ങളെ, വൻ കാര്യങ്ങളെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിന്റെ അകത്തൊരു വേദന ഞങ്ങൾക്കുള്ളത്, ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്ന, ഞങ്ങളുടെ ആരാധന ഇവിടെ നടക്കുന്ന ഒരു ഓഡിറ്റോറിയത്തിലാണ്. ആ ഓഡിറ്റോറിയത്തിൽ ഒത്തിരി ആളുകൾ കടന്നു വരുന്നുണ്ട്. ഒത്തിരി പ്രാർത്ഥനകൾക്ക് വേണ്ടി, ഒത്തിരി പ്രാർത്ഥനകളുടെ വിടുതലുകൾ സംഭവിക്കുന്നുണ്ട്. അന്യജാതിയിൽ നിന്നുള്ള ഹിന്ദുക്കളായ CSA ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയുള്ള ഒത്തിരി പേര് കടന്നു വരുന്നുണ്ടെങ്കിലും അവരെ ഞങ്ങൾക്ക് വേണ്ടതുപോലെ നിലനിർത്താൻ കഴിയാത്ത സാഹചര്യം ഞങ്ങൾക്കുണ്ട്. അത് മറ്റൊന്നുമല്ല, ഞങ്ങളുടെ ചർച്ച് ഒരു ഓഡിറ്റോറിയത്തിലാണ് ആരാധന നടക്കുന്നത്. ആഴ്ചയിൽ 2 ദിവസം മാത്രമേ ഞങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഒന്ന് സൺഡേ ആരാധന, 2 ഫ്രൈഡേ മീറ്റിംഗ്. ഇതിനുശേഷം ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് പൂർണ്ണമായ ഒരു ഗൈഡൻസോടുകൂടെ ഒന്നും മൂവ് ചെയ്യാൻ പറ്റാത്തത് വളരെ വേദനയുണ്ട്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷെ അതിനുവേണ്ടി ഈ ദിവസങ്ങളിൽ ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ കർത്താവിന് വേണ്ടി ഞങ്ങൾ പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ ഞങ്ങളുടെ ചർച്ചിനകത്ത്, ഞങ്ങളുടെ ഭവനങ്ങൾക്കകത്തായിട്ട് പ്രയർ സെല്ലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ഏരിയകളിൽ തിരിച്ച്, ഓരോ ഏരിയകളിൽ അവിടെ കടന്നു വരാൻ കഴിയുന്ന ഓരോ ഏരിയയിൽ നടക്കുന്ന കൂട്ടായ്മയ്ക്കകത്ത് അവിടെയുള്ള ആളുകൾക്ക് സംബന്ധിക്കുവാൻ കഴിയുന്ന നിലകളിൽ ആ മീറ്റിങ്ങുകൾ ഞങ്ങൾ ക്രമീകരിച്ചു കൊണ്ടുപോകുന്നു. ആ മീറ്റിങ്ങുകൾക്കകത്ത് ഒത്തിരി ആളുകൾ കടന്നു വരികയും വിടുതൽ പ്രാപിക്കുകയും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ സാക്ഷ്യം ഒത്തിരി പേർക്ക് ഇതുവരെ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഒത്തിരി ആളുകൾക്ക് അനുഗ്രഹമായി ഇത് മാറിയിട്ടുണ്ട്, വിടുതലായി മാറിയിട്ടുണ്ട്. ഇനിയുള്ള നാളുകളിൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി അധികമായി ശോഭിക്കുവാൻ, അധികമായി ദൈവനാമത്തിന് പ്രയോജനപ്പെടുവാൻ ഇതിന്റെ അകത്ത് ആയിരിക്കുന്ന ദൈവദാസന്മാരെ എല്ലാം പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഈ ഗ്രൂപ്പിലേക്ക് എനിക്ക് അവസരത്തെ നൽകിയ മാത്യു അങ്കിളിനെ ഓർത്ത് ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. പ്രിയ ആന്റി ഓർത്ത് സ്തുതിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി കർത്താവ് ഞങ്ങളെ അധികമായി ഉപയോഗിക്കേണ്ടതിന് എല്ലാവരെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് നൽകിയ അവസരത്തെ ഓർത്ത് നന്ദി പറയുന്നു.